ലോകമെമ്പാടും മലയാളികൾ യാത്ര ചെയ്യുകയും സ്ഥിരമായി താമസിക്കുകയും ചെയ്യുവാൻ തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി. മലയാളികളുടെ ലോകമെമ്പാടുമുള്ള ഈ വ്യാപനം വലിയ തോതിലുള്ള മലയാളി വിരോധത്തിനും കാരണമാക്കുന്നുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല, കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ പോലും ശക്തമായ മലയാളി വിരോധം കാണുവാനുണ്ട്. മലയാളികൾ സാമൂഹ്യ വിരുദ്ധരായും സ്വാർത്ഥത കൂടുതലുള്ളവരായും മറ്റുള്ളവരുമായി സൗഹാർദ്ദം പങ്കിടാൻ കഴിവില്ലാത്തവരായും ഭാഷാപരമായ അസഹിഷ്ണുതയുള്ളവരായും ഒക്കെ ചിത്രീകരിക്കപ്പെടാറുണ്ട്. പത്രമാധ്യമങ്ങളിൽ മലയാളികൾക്കെതിരെയും ഇന്ത്യക്കാർക്കെതിരെയും ഒരു വികാരം പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. കൂടുതലായും മലയാളികൾക്ക് ചിത്തപ്പേരുണ്ടാക്കുന്നത് ബഡ്ജറ്റ് യാത്രക്കാരാണ്. യൂട്യൂബർമാരും ഹിച്ച് ഹൈക്കേഴ്സ്, ബാക്ക് പാക്കേഴ്സ് കൂടുതലായും മലയാളികളിൽ നിന്ന് വരുന്നതുകൊണ്ട് കുറെ കൂടി നിലവാരം കുറഞ്ഞ യാത്രക്കാരായി മലയാളികളെ കാണുവാൻ പല രാജ്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വാഹനങ്ങളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കൗതുകത്തിന്റെ പേരിൽ ചിലരൊക്കെ ലിഫ്റ്റ് കൊടുക്കുമെങ്കിലും ഡീസന്റായ യാത്രക്കാർ ടാക്സിയിൽ മാത്രമേ യാത്ര ചെയ്യുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സംശയത്തോടും ഇഷ്ടക്കേടോടും കൂടിയാണ് പലരും ലിഫ്റ്റ് കൊടുക്കുന്നത് തന്നെ. അതുപോലെ ഹോട്ടലിൽ താമസിക്കാൻ മടിയുള്ളതുകൊണ്ട് വഴിയോരങ്ങളിൽ കൂടാരമടിച്ച് കിടന്നിറങ്ങുകയും വൃത്തിഹീനമായ സാഹചര്യങ്ങളുമായി ഇണങ്ങുകയും ചെയ്യുന്ന മലയാളികൾക്ക് വമ്പിച്ച ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. മലയാളികൾ എപ്പോഴും താമസിക്കാൻ ശ്രമിക്കുന്നത് മറ്റ് ഭാഷക്കാരുടെ കൂടെയാണ്. കാരണം മലയാളികളുടെ കൂടെ താമസിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അർദ്ധരാത്രിയിൽ പോലും ഇറക്കി വിടുവാൻ മലയാളികൾ മടിക്കാറുമില്ല. പല ഹിച്ച് ഹൈക്കേഴ്സും വിചാരിക്കുന്നത് ഹോട്ടലിൽ താമസിക്കുന്നത് ഹിച്ച് ഹൈക്കിങ്ങിനേക്കാൾ ചെലവ് കൂടിയ ഒരു ഏർപ്പാടാണെന്നാണ്. ഒരു ദിവസം ഹിച്ച് ഹൈക്കിംഗ് വഴി യാത്ര ചെയ്യുവാൻ ഏകദേശം 1000 രൂപയിൽ താഴെയേ ചെലവുള്ളൂ. അപ്പോൾ ഒരു മാസത്തേക്ക് 30,000 രൂപയായി. ഇത്രയും കാശുണ്ടെങ്കിൽ 5-6 ദിവസം ഹോട്ടലിൽ താമസിക്കുകയും ടാക്സിയിൽ യാത്ര ചെയ്യുകയും ചെയ്യാം. 30 ദിവസം ഒരു ഭിക്ഷക്കാരനെ പോലെ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് 6 ദിവസം ഒരു രാജാവിനെ പോലെ യാത്ര ചെയ്യുന്നതാണ്. കൂടുതൽ വിശ്രമിക്കുവാനുള്ള അവസരങ്ങളും കൂടുതൽ ആസ്വദിക്കുവാനുള്ള അവസരവും ഹോട്ടലിൽ താമസിക്കുമ്പോൾ ലഭിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, കഠിനമായ യാത്രകൾക്കിടയിൽ മതിയായ പ്രൈവസിയും ലഭിക്കുവാൻ ഹോട്ടൽ മുറികൾ സഹായിക്കുന്നു. കേരളം സമാധാനം കുറഞ്ഞ ഒരു പ്രദേശമാണെന്നും രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നും മലയാളികൾ ഒരിക്കലും പുറംനാടുകളിൽ സംസാരിക്കാറില്ല. എന്നാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്നും ഇവിടെ ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളാണ് താമസിക്കുന്നതെന്നും കണ്ടുപിടിക്കുവാൻ സെക്കൻഡുകൾ മതി. അതുകൊണ്ട് കേരളത്തിന് ഇപ്പോൾ തന്നെ ഒരു ഇടതുപക്ഷ ഇമേജ് ഉണ്ട്. പല രാജ്യങ്ങളിലും ഇടതുപക്ഷക്കാർ മോശക്കാരാണെന്നുള്ള ധാരണ പരന്നിട്ടുള്ളതുകൊണ്ട് മലയാളികളെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് പടരുവാൻ ഇടയായിട്ടുണ്ട്. എങ്കിലും കമ്മ്യൂണിസം ഇഷ്ടപ്പെടുന്ന ആളുകൾ മലയാളികളെ സൗഹാർദ്ദഭാവത്തോടെ സ്വീകരിക്കാറുമുണ്ട്. മുതലാളിത്തമില്ലാത്ത പ്രദേശങ്ങളിൽ വികസനം വളരെ കുറവായിരിക്കുമെന്നും അതുകൊണ്ട് കേരളം സോമാലിയ പോലെയുള്ള ഒരു സംസ്ഥാനമായിരിക്കുമെന്നും പല രാജ്യക്കാരും വിചാരിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസം ഉള്ളതുകൊണ്ടാണ്. ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് മുതലാളിത്തം അത്യാവശ്യമാണെന്ന് ഇപ്പോൾ ലോകത്തിൽ മിക്കവാറും എല്ലാവരും ചിന്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളികൾ എപ്പോഴും മറ്റുള്ളവരുടെ വീടുകളിൽ വലിഞ്ഞു കയറി താമസിക്കുകയും ഭക്ഷണവും സമ്മാനങ്ങളും സൗജന്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഒരു മര്യാദയുടെ പേരിലാണ് പല രാജ്യക്കാരും താമസവും ഭക്ഷണവും കൊടുക്കുന്നത്. പ്രത്യേകിച്ചും ദരിദ്രരായ ആളുകളാണ് ഇങ്ങനെ മലയാളികളെ സൽക്കരിക്കുന്നതും ഉദാരമനസ്കത കാണിക്കുന്നതും. സമ്പന്നരുടെ വീട്ടിൽ താമസിക്കുവാനോ അവരുടെ കാറുകളിൽ യാത്ര ചെയ്യുവാനോ ഒരിക്കലും മലയാളികൾക്ക് അവസരം ലഭിക്കാറില്ല. എന്ന് മാത്രമല്ല, ലോറിയിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കേണ്ട തുക ലാഭിക്കാൻ കഴിയുമെന്ന് പല മലയാളി യാത്രക്കാരും കരുതുന്നു. എന്നാൽ ലോറിയിൽ യാത്ര ചെയ്താൽ ഡ്രൈവർക്ക് ടിപ്പ് കൊടുക്കണമെന്ന് ഒരു അലിഖിത നിയമമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതാണ് കൂടുതൽ ലാഭകരം. എന്ന് മാത്രമല്ല, എയർ കണ്ടീഷനിങ്ങും പുഷ് ബാക്ക് സീറ്റും ഉറങ്ങുവാനുള്ള സൗകര്യവും സുരക്ഷിതത്വവും ബസ്സുകളിലാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ ലോഡ്ജുകളിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം 2000-3000 രൂപ കൊടുത്താൽ യാത്രയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ട്രാവൽ ഡെസ്കുകളുടെ സേവനം ഉപയോഗപ്പെടുത്തുവാൻ പറ്റും. അതുപോലെ റെസ്റ്റോറൻറ്റ് പോലെയുള്ള നല്ല സൗകര്യങ്ങളും ലോഡ്ജുകളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. മലയാളികളോടുള്ള വിരോധം ചില രാജ്യങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരോടും കാണിക്കാറുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ഇൻഡോഫോബിയ എന്നാണ് വിളിക്കുന്നത്. ബ്രസീൽ, ജർമ്മനി, ചൈന, ഫ്രാൻസ്, സ്പെയിൻ, തുർക്കി, ഗ്രീസ്, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യ വിരോധം പല അളവിൽ നിലവിലുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജീരിയയിലും കെനിയയിലും ഇന്ത്യ വിരോധമുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലും ദക്ഷിണ കൊറിയയിലും ഇന്ത്യ വിരോധമുണ്ട്. മെക്സിക്കോയിൽ പോലും ഇന്ത്യ വിരോധം കാണുവാനുണ്ട്. പലപ്പോഴും ഇന്ത്യക്കാർ പല രാജ്യങ്ങളിലും സ്ഥിരമായി താമസിക്കുകയും അവിടെയുള്ള അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ഇന്ത്യ വിരോധം ഉണ്ടാകുന്നത്. ഫിജിയിൽ നാട്ടുകാരെക്കാൾ കൂടുതൽ ജനസംഖ്യ ഇന്ത്യക്കാരുണ്ടാവുകയും ഹരിയാനക്കാരനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്തപ്പോൾ 1 വർഷം മാത്രം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും പട്ടാള അട്ടിമറിയിൽ കൂടി നാട്ടുകാർ അധികാരത്തിലെത്തുകയും ചെയ്തു.
യുഗാണ്ടയിൽ ഇന്ത്യൻ വ്യാപാരികൾ നാട്ടുകാരെക്കാൾ കാശുണ്ടാക്കിയപ്പോൾ അവരെ പുറത്താക്കുവാൻ രാഷ്ട്രപതി ഈദി അമീൻ മുന്നോട്ട് വന്നു. അതുപോലെ ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ വലിയേട്ടൻ മനോഭാവത്തോടുള്ള എതിർപ്പ് മൂലം ധാരാളം ആളുകളിൽ ഇന്ത്യാവിരോധം വളർന്നിട്ടുണ്ട്. അതുപോലെ മാലദ്വീപിൽ ഇന്ത്യ മേധാവിത്വം പുലർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ഭയം കൊണ്ട് അവർ ചൈനയുമായി അടുക്കുകയും പിന്നീട് അത് ഫലിക്കാതെ വന്നപ്പോൾ വീണ്ടും ഇന്ത്യയുമായി ലോക്യം കൂടുകയും ചെയ്തത് നാം കണ്ടതാണ്. മാലദ്വീപുകാർ പരുക്കൻ പെരുമാറ്റമുള്ളവരായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് അവരെ മെരുക്കിയെടുക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോൾ അതിൽ ഇടപെട്ട് അത് പരിഹരിക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാനും ശ്രീലങ്കക്കാർ മുന്നോട്ട് വന്നു. മലേഷ്യയിൽ ഇന്ത്യക്കാർ ഉയർന്ന യോഗ്യതയുള്ളവരും ഉയർന്ന സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നവരുമായതുകൊണ്ട് ഇന്ത്യാവിരോധം ശക്തമായി നിലവിലുണ്ട്. തായ്ലൻഡ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മോശമായി പെരുമാറുന്നു എന്ന് ആരോപിച്ച് അവരെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് പുറത്താക്കുകയും ഇന്ത്യക്കാർ പ്രവേശിക്കേണ്ടതില്ല എന്ന് ബോർഡ് വെക്കുകയും ചെയ്യുന്നത് സാധാരണമായിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാരുടെ സാമ്പത്തിക വളർച്ചയിൽ അസൂയ പൂണ്ട ഗുണ്ടകൾ അവരെ ബാറുകളിലും അത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളിലും വെച്ച് ആക്രമിക്കുന്നതും ഒരു പതിവായി മാറിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇന്ത്യക്കാരുടെ അമിതമായ അധികാര താല്പര്യവും ഭരണത്തിലുള്ള കൈകടത്തലും ശക്തമായ ഒരു ഇന്ത്യാവിരോധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യക്കാർക്കെതിരായ ഒരു വികാരം യൂറോപ്പിലും അമേരിക്കയിലും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും വ്യാപകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാളികൾക്ക് സുരക്ഷിതമായി ഹിച്ച് ഹാക്ക് ചെയ്യുവാനോ മറ്റുള്ളവരുടെ വീടുകളിൽ കയറി താമസിക്കുവാനോ എളുപ്പമല്ലാതായി മാറിയത്.